കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ, സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ, ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം. വനിതകൾക്ക് 20% ഫീസ് ഇളവോടെ പ്രവേശനം നേടാം. റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. IHD ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ, തിരൂർ. 9847 300. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ആർട്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം 9-ന്. തിരൂർ ആർട്സ് കോളേജ് അഭിമാനത്തോടെ 41-ാം വർഷത്തിലേക്ക്. തിരൂരിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ 40 വർഷം പിന്നിട്ട് മുന്നേറുന്ന തിരൂർ ആർട്സ് കോളേജ് തിരൂരിന്റെ മണ്ണിൽ വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. തിരൂർ ആർട്സ് കോളേജിന്റെ 40-ാം വാർഷികത്തിന്റെ ഭാഗമായി അതുല്യം 2025 എന്ന പേരിൽ മഹാപൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന ആഗസ്റ്റ് മാസം 9-ന് കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിക്കുന്നു. ഈ മഹാസംഗമം ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനായ ആലങ്കോട് ലീലാകൃഷ്ണൻ അവറുകളുടെ മഹനീയ കരങ്ങളാൽ നിർവഹിക്കപ്പെടുന്നതാണ്. ആരംഭം കുറിച്ചുള്ളത് 1985-ലാണ്. ഇതിപ്പോൾ 41-ാമത്തെ വർഷമാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ മെയ് 31-നാണ്, കഴിഞ്ഞ 2024 മെയ് 31-ന് ആണ് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കുറച്ച് 5-10 കുട്ടികളെ വെച്ച് ആരംഭിച്ച്. അങ്ങനെ അത് കുട്ടികളെ അറിഞ്ഞ് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ സജീവമായിട്ട് 1000-ൽ പരം കുട്ടികളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പല ഗ്രൂപ്പിൽ നിന്നും പല ബാച്ചിൽ നിന്നുണ്ട്. 85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊക്കെ വിദ്യാർത്ഥികളാണ്, ഇതൊക്കെ അധ്യാപകരുമാണ്. അപ്പോൾ ഏകദേശം ഒരു 56 വയസ്സൊക്കെ 57 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തിരൂരിൽ തന്നെ പല ഇതിലും ഉന്നത പദവിയിലിരിക്കുന്ന പല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾമാരും ഒക്കെ ഇവിടെ പഠിച്ചാനാണ്. അതേപോലെ തിരൂരിലത്തെ ഇപ്പോൾ അഡീഷണൽ SI മണികണ്ഠൻ, അതുപോലെ തന്നെ തഹസിൽദാർ, അങ്ങനെ ഒട്ടുമിക്ക പദവിയിലും, അതേപോലെ തന്നെ ഗൾഫിലൊക്കെ വളരെ നല്ല പൊസിഷനിൽ നിൽക്കുന്ന കുട്ടികൾ, അവരൊക്കെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ 85-ൽ പഠിച്ച കുട്ടി ഒരിക്കലും 95-ലത്തെ കുട്ടികളെ തമ്മിലും കണക്ഷൻസ് ഇല്ല. അപ്പോൾ ഒരു കുടുംബം പോലെ ആ വാട്സാപ്പ് ഗ്രൂപ്പ് നടക്കുന്നുണ്ട്. അതിൽ പാട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട്. അപ്പോൾ പ്രോഗ്രാം ഓഗസ്റ്റ് 9-നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായുള്ള ഇവിടെ സാമ്പത്തികപരമായിട്ട് വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾക്കൊക്കെ പല അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് പല ചാരിറ്റി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഇനിയും ഈ ചാരിറ്റി വർക്കുകൾ ആരംഭിക്കുന്നു. 40-ാം വാർഷികം പ്രമാണിച്ച് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പകുതി ഫീസാണ് തിരൂർ ആർട്സ് കോളേജ് ഈടാക്കുന്നത്. ഒരു 8,500 രൂപയാണ് ഫീസെങ്കിൽ വെറും 4,000 രൂപയാണ് ഒരു വർഷത്തിന് ഈടാക്കുന്നത്. അതേപോലെ തന്നെ ഡിഗ്രിക്കും അതേപോലെ തന്നെ പകുതി ഫീസിന് ആ 40-ാം വാർഷികം. വിദ്യാർത്ഥികളെല്ലാവരും കൂടിച്ചേർന്നിട്ട് അതുല്യം 2025 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഗസ്റ്റ് മാസം 9-ാം തീയതി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആർട്സ് കോളേജിൽ തന്നെ പഠിച്ചത്, ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് സാറ് തുടക്കം കുറിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ് മാത്രമല്ലാണ്ട് ഒരു ഇത്രയും കൊല്ലത്തെ 40 വർഷത്തെ എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുചേരലാണ്, ഒരു മഹാസംഘമാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ്. തിരൂർ ആർട്സ് കോളേജിൽ നിന്ന് കഴിഞ്ഞ 4 പതിറ്റാണ്ടിൽ പഠിച്ചിറങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആർട്സ് കോളേജിന്റെ അഭിമാനങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമാവുകയാണ്. നിലവിൽ 40-ാം വാർഷികത്തിൽ കോളേജിനുള്ള സന്തോഷത്തിന്റെ ഭാഗമായി തിരൂർ ആർട്സ് കോളേജിൽ നൽകുന്ന +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഡിഗ്രി കോഴ്സുകളായ BA പൊളിറ്റിക്കൽ സയൻസ്, BCom കോർപ്പറേഷൻ ആൻഡ് ഫിനാൻസ്, PPTTC തുടങ്ങിയ കോഴ്സുകളിലേക്ക് പകുതി ഫീസിലാണ് അഡ്മിഷൻ നൽകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ അന്നും ഇന്നും എന്നും തിരൂർ ആർട്സ് കോളേജ് മുന്നിൽ ഉണ്ടാകുമെന്ന് കോളേജ് മാനേജിംഗ് ഡയറക്ടർ TKM ബഷീർ അറിയിച്ചു. ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനം
സമ്മേളനത്തിൽ തിരൂർ ആർട്സ് കോളേജ് MD TKM ബഷീർ, അധ്യാപകരായ RKG സ്വാമിനാഥൻ, ഗോപാലൻ, രാജലക്ഷ്മി, പൂർവ്വ വിദ്യാർത്ഥികളായ നൌഷാദ് കളത്തിങ്ങൽ, ലിജീഷ് ചെട്ടിയാർ, ശാലിനി വള്ളത്തോൾ, നിഷിജ അഫ്സൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8075764120, 79026380001, 9946653040.